ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സ്വർണ്ണക്കൊള്ള ആരോപണം വീണ്ടും ഉയർത്താൻ കോൺഗ്രസിനെ വെല്ലുവിളിച്ചിരിക്കുന്നു മന്ത്രി എം ബി രാജേഷ്. ആരോപണങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിന്നാക്കം പോകുന്നത് എന്തുകൊണ്ടാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറിയപ്പോൾ KC വേണുഗോപാലായിരുന്നു ദേവസ്വം മന്ത്രിയെന്നും എം ബി രാജേഷ് പറഞ്ഞു. ശബരിമലയിലെ വിഷയം ഇപ്പോൾ UDF ഉയർത്തുന്നില്ലല്ലോ. അവരെന്തുകൊണ്ടാണ് ഇതിൽ പിന്നാക്കം പോയതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പോറ്റിയെ കയറ്റി എന്നായിരുന്നല്ലോ പാട്ട്. ഇപ്പോൾ ആ പാട്ട് പാടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പോറ്റി കയറിയത് 2004-ലാണ്. അന്നത്തെ ദേവസ്വം മന്ത്രി KC വേണുഗോപാലാണ്. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള അതീവ സുരക്ഷാ മേഖലയിലുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലെങ്ങനെ പോറ്റി കയറി എന്ന ചോദ്യം വന്നതോടുകൂടി പിന്നെ പോറ്റി എന്ന വാക്കേ മിണ്ടുന്നില്ലല്ലോ കോൺഗ്രസ്. പോറ്റി ഒരു LDF നേതാവിൻ്റെയും വീട്ടിൽ കയറിയിട്ടില്ല. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും അന്വേഷിക്കുന്ന SITക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം തീർത്തും തെറ്റാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പരിഭ്രമം എന്നാണ് വ്യക്തമാവുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2004-ൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയിരുന്നുവെന്നാണ് SITയുടെ നിഗമനം. ആ SITയുടെ നിഗമനം ശരിയാണെങ്കിൽ 2004-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തെത്തുമ്പോൾ G കാർത്തികേയനും പിന്നീട് KC വേണുഗോപാലുമായിരുന്നു ദേവസ്വം മന്ത്രിമാരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് തിരിച്ചടിക്കുമെന്നുള്ള ഭയം കൊണ്ടാണോ ഇപ്പോൾ കോൺഗ്രസ് പിന്മാറുന്നത് എന്നാണ് എം ബി രാജേഷ് ചോദിക്കുന്നത്. ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തുമെന്നും ആരാണ് വിസ്മയിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അറിയാമെന്നും എം ബി രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ അവകാശവാദങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ഓർത്ത് നോക്കിയാൽ മതി. പക്ഷേ ഫലം വന്നപ്പോൾ വിസ്മയിച്ചതാരാ? 91-ൽ നിന്ന് 99 ഞങ്ങളുടെ സീറ്റ് കൂടി. അപ്പോൾ അങ്ങനെയുള്ള വിസ്മയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്ന G കാർത്തികേയൻ ദേവസ്വം മന്ത്രിയായിരുന്നൊരു സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തേക്ക് വന്നത് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. അത് 2004-ലാണ് എന്നാണ് അറിയുന്നത്. 2007-ൽ പിന്നീട് സജീവമാവുന്നു. ആ സമയത്തും UDF നിയമിച്ച G രാമൻ നായരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണോ കോൺഗ്രസിനെ? പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടി വീണ്ടും പ്രചരണത്തിനിറങ്ങാൻ ധൈര്യമുണ്ടോ കോൺഗ്രസിന് എന്നാണോ ചോദിക്കുന്നത്? സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാണ് എന്നാണോ എം ബി രാജേഷ് പറയുന്നത്? റോഷിപാൽ. അരുൺകുമാർ, അങ്ങനെ ഒരു പുതിയ ആരോപണമാണ് LDF ഉയർത്തുന്നത്. എം ബി രാജേഷ് പറഞ്ഞു വരുന്നത്, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2004 മുതൽ 2006 വരെയാണ് KC വേണുഗോപാൽ സംസ്ഥാനത്ത് ദേവസ്വം ടൂറിസം മന്ത്രിയായി പ്രവർത്തിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് ആദ്യമായി എന്നാണ് എം ബി രാജേഷ് പറയുന്നത്. അതാണ് ആ ഒരു ആരോപണം പുറത്തു വന്നതിന് ശേഷം സോണിയാഗാന്ധിയെ നേരിട്ട് പോറ്റിയും ഈ സ്വർണ്ണക്കൊള്ള സംഘവും സന്ദർശിച്ചു എന്നതിന്റെ ചിത്രം പുറത്തു വന്നതിന് ശേഷമാണ് കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും UDF ഇപ്പോൾ സ്വർണ്ണക്കൊള്ള ആരോപണം അങ്ങനെ കടുപ്പിച്ച് ഉയർത്താത്തത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ സ്വർണ്ണക്കൊള്ള ആരോപണം ഉയർത്താനുള്ള വെല്ലുവിളി കൂടി മന്ത്രി ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇത് ഒരു പ്രതിരോധമാണ്. കാരണം സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ UDF ആയുധമാക്കുമ്പോൾ അതിനെ LDF CPM എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നതിൻ്റെ കൃത്യമായ സൂചന ഇതുതന്നെയായിരിക്കും. KC വേണുഗോപാലിനെയും ഒപ്പം സോണിയാഗാന്ധിയെ സന്ദർശിച്ചതടക്കം ചർച്ചയാക്കിക്കൊണ്ടായിരിക്കും LDF പ്രതിരോധിക്കുക എന്ന് ഉറപ്പാണ്. അതിൻ്റെ ഒരു തുടക്കമാണിപ്പോൾ മന്ത്രി എം ബി രാജേഷിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. പാലടി ഗാനം ഇപ്പോൾ കോൺഗ്രസ് പാടാത്തത് എന്തുകൊണ്ടാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തെത്തിയത് 2004-ലാണെങ്കിൽ അന്ന് KC വേണുഗോപാലല്ലേ എന്നാണ് ചോദിക്കുന്നത്. ചുരുക്കത്തിൽ പാട്ടൊക്കെ തിരിച്ചടിക്കുമോ എന്നുള്ളതാണ് എം ബി രാജേഷ് ചോദിക്കുന്ന ചോദ്യത്തിലൂടെ CPM ഇപ്പോൾ ചോദിക്കുന്നത്.